ഡിറ്റുവ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറി. തമിഴ്നാട് തീരത്തു നിന്നും 25 കിലോമീറ്റർ അകലെയാണ് നിലവിൽ ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനം. തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ മഴ തുടരുകയാണ്. ശ്രീലങ്കയിൽ മരണം 390 തീവ്ര ന്യൂനമർദ്ദമായി തമിഴ്നാടിന്റെ വടക്കൻ തീരത്തേക്ക് സഞ്ചരിക്കുന്ന ഡിറ്റുവ ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് ന്യൂനമർദ്ദമായി മാറിയത്. 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ദുർബലമാകും. തമിഴ്നാടിന്റെ തീരദേശ മേഖലയിൽ മഴ തുടരുകയാണ്. ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുന്നു. ഈ ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഇന്നലെ രാവിലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ ചെന്നൈയിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെയോടെ ഭൂരിഭാഗമിടങ്ങളിലും വെള്ളം കോർപ്പറേഷൻ ജീവനക്കാർ പമ്പ് ചെയ്ത് ഒഴിവാക്കി. ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്താൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ചെന്നൈയിൽ നിന്നും ഒരു ലാൻഡിംഗ് ഉൾപ്പെടെ 6 വിമാനങ്ങൾ റദ്ദാക്കി. ഡിറ്റുവ നാശം വിതച്ച ശ്രീലങ്കയിൽ മരണം 390 252 പേരെ കാണാതായി. രാജ്യത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.